കാസർഗോഡ് ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്തെ ഇരട്ട നെല്ലിമരങ്ങൾ വേർപിരിഞ്ഞു. 4.5 പതിറ്റാണ്ടിലേറെ സഹോദരങ്ങളെ പോലെ ചേർന്ന് നിന്നിരുന്ന മരങ്ങൾ വിദ്യാലയ വികസനത്തിന് വേണ്ടിയാണ് ഇടം മാറ്റിയത്. ഇനി നെല്ലിമരങ്ങൾ നഷ്ടപ്പെടുത്താതെ തന്നെ വിദ്യാലയത്തിൽ പുതിയ കെട്ടിട സമുച്ചയം യാഥാർത്ഥ്യമാക്കും. $3.5 കോടി ചെലവിൽ 3 നില കെട്ടിടമാണ് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി മരങ്ങൾ നഷ്ടപ്പെടുമെങ്കിലും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സ് ഒരുപോലെ ഉറഞ്ഞത് നെല്ലിമരങ്ങളും നഷ്ടപ്പെടുമോ എന്ന ചിന്തയിലാണ്. സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ മനോജ് മാഷാണ് മരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാലയ വികസനത്തിന്റെ സാധ്യതകൾ തേടിയത്. 1-2 മരങ്ങൾ നടുന്നതിനേക്കാൾ മെച്ചം ആ മരം അതുപോലെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ശരിക്കും എൻ്റെ മനസ്സിലുള്ളത് ഈ മരം പൊരിച്ച് നടന്ന് നമ്മൾ ശരിക്കും കുട്ടിയുടെ മണ്ണിലല്ല, കുട്ടിയുടെ മനസ്സിലാണ് ശരിക്കും ഈ മരം നടുന്നത്. വനം വകുപ്പ് അധികൃതരുമായി ചർച്ച ചെയ്ത് മരങ്ങൾ പിഴുതെടുത്ത് മാറ്റി സ്ഥാപിക്കാനുള്ള രൂപരേഖ സ്കൂൾ അധികൃതർ തയ്യാറാക്കി. ഇതിനായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ ഷജിന കരീമിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിദ്യാലയം സന്ദർശിച്ചു. നമുക്ക് കൂട്ടായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എല്ലാവരും, ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ എല്ലാവരും നമ്മുടെ കൂടെ നിന്നതുകൊണ്ട് നമുക്ക് ആ നെല്ലിമരം നന്നായി അവിടുന്ന് മാറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉചിതമായ സ്ഥലം കണ്ടെത്തി 3 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തു. പരമാവധി പോറലേൽപ്പിക്കാതെ നെല്ലിമരങ്ങളെ വേരോടെ പിഴുതെടുത്ത് കുഴിയിൽ നട്ടു. ഇത് ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ കുട്ടികൾക്ക് പകർന്നു നൽകിയ വേറിട്ട പരിസ്ഥിതി പാഠമായി മാറി. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.